ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സോനാസ് കറിവേലിലോട്ട് സ്വാഗതം. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കോട്ടയം സ്റ്റൈൽ മീൻ കറിയാണ്. ഇത് കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. അതിനായി ഞാനിവിടെ മീൻ കഷ്ണങ്ങൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം. അതിനായി ഞാൻ കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഇവ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് കുടംപുളി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായ കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എടുത്തു വെക്കാം. ഞാനിവിടെ സാധാരണയായി ഉപയോഗിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. എരിവ് നന്നായി വേണ്ടവർക്ക് സാദാ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. ഞാനിവിടെ ഒരു 3 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തത്, 3 to 4 സ്പൂൺ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനാവശ്യമായ സാധനങ്ങൾ കടുക് എടുത്ത് വെച്ചിട്ടുണ്ട്, ഉലുവ എടുത്ത് വെച്ചിട്ടുണ്ട്, ഉപ്പ് വേണം, വെളിച്ചെണ്ണ വേണം. ഞാനിവിടെ മീൻ കറി വെക്കാൻ വെളിച്ചെണ്ണയാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു ചട്ടി അടുപ്പിൽ വെക്കുക. അതിലോട്ട് ചട്ടി ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലോട്ട് കടുകും ഉലുവായും ഇട്ട് പൊട്ടിക്കുക. കടുവും ഉലുവായും ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇവ ചേർത്ത് നന്നായി വഴറ്റുക. വേണമെങ്കിൽ 5-6 ചുമന്നുള്ളിയും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ്. പക്ഷെ ഞാൻ സാധാരണ ചുമന്നുള്ളി യൂസ് ചെയ്യാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ചുമന്നുള്ളി യൂസ് ചെയ്യാവുന്നതാണ്. ഈ ചുമന്നുള്ളിയും ഇതെല്ലാം നന്നായി വഴറ്റി കഴിയുമ്പോൾ ഇതിലോട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി നമ്മൾക്ക് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. നന്നായി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർത്ത് നന്നായി വഴറ്റുക. അതിനുശേഷം നന്നായി മുളക് പൊടിയെല്ലാം മൂത്ത് വരുമ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുടംപുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുടംപുളി വെള്ളമൊഴിച്ച് നല്ലതുപോലെ തിളപ്പിക്കുക. ഈ നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഇത് തിളച്ച് കഴിയുമ്പോൾ സ്ലോപ്പിൽ വെക്കാവുന്നതാണ്. ചെറു തീയിൽ ഇത് നന്നായി ഒരു 10 to 15 മിനിറ്റ്സ് അടുപ്പിൽ വെച്ച് വേവിക്കുക. അതിനുശേഷം മൂടി തുറന്ന് നോക്കാവുന്നതാണ്. അടിപൊളി നല്ല നാടൻ മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾക്ക് കപ്പയുടെ കൂടത്തിലോ ചോറിൻ്റെ കൂടത്തിലോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടമായി എങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഒരു ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. എല്ലാവർക്കും എൻ്റെ താങ്ക്സ്.